ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് വേൾഡ് ഫിനാൻഷ്യൽ ഗേറ്റ്വേക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ചരക്കുമായി നീക്കുന്ന കണ്ടെയ്നർ ഷിപ്പുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ സെക്കൻഡിലും ധാരാളം കണ്ടെയ്നർ ഷിപ്പുകളാണ് ഈ റൂട്ട് വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഏറ്റവും കൂടുതൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം, ഈ പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം, ഇത് ലോകത്തിലെ ഏറ്റവും തിരക്കേറുന്ന ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലെ കപ്പലുകളുടെ ശൃംഖലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ അപ്ഡേഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ മുന്നേ അപ്ഡേഷൻ എടുക്കുന്ന സമയത്ത് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാൻ പോകുന്ന കപ്പലുകളുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ പറയുന്നത്. വിഴിഞ്ഞം പോർട്ടിൽ വന്നിട്ട് കാത്തു നിൽക്കുന്ന കപ്പലിന്റെ ഡീറ്റെയിൽ ആണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വന്നുകൊണ്ടിരിക്കുന്ന വേറെ കപ്പലുകൾ, വിഴിഞ്ഞം പോർട്ടിൽ ഓൾറെഡി പുറത്തു നിൽക്കുന്ന കപ്പലുടെ ഡീറ്റെയിൽ ആണ് പറയാൻ പോകുന്നത്. അതിൽ വ്യത്യസ്തമായ ഒരു കപ്പലുണ്ട്. അതായത് വിഴിഞ്ഞം പോർട്ടിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രാഫ്റ്റ് ഉള്ള കപ്പൽ, 16.8 മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ള കപ്പലും വിഴിഞ്ഞം പോർട്ടിന് പുറത്തെത്തിയിരിക്കുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ കപ്പലെന്നും ഡീറ്റെയിലും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ സൂം ചെയ്തു പോകുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടാണ്. തൊട്ടടുത്തായി ആഴിമല ശിവ ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തമായിട്ട് ഓം എന്ന് പറയുന്ന ഒരു ലേബലിംഗും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്ന വർക്ക് അപ്ഡേഷൻ ആണെങ്കിൽ നമ്മുടെ ഗൂഗിൾ എർത്ത് മാപ്പിൽ അപ്ഡേഷൻ ആവാത്തതുകൊണ്ടാണ് വർക്ക് ഇത്രത്തോളം നടന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഷിപ്പുകൾ നിൽക്കുന്ന പൊസിഷനൊക്കെ കറണ്ട് പൊസിഷൻ തന്നെയാണ്. കാരണം ഇത് ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ മത്സരം വെച്ച് നിൽക്കുന്ന കപ്പലിൽ മുന്നിലായിട്ട് നിൽക്കുന്ന കപ്പലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. MSC ബെറ്റിന എന്ന് പറയുന്ന കപ്പലാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMN നമ്പർ 93999038, ഫ്ലാഗ് പനാമ. ഇനി ഷിപ്പ് ബിൽഡ് ചെയ്തത് 7/8/2010 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. അത് മാത്രമല്ല, ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 366.1 മീറ്ററും ബെർത്ത് അല്ലെങ്കിൽ ബീം ഷിപ്പിന്റെ വീതി എന്ന് പറയുന്നത് 51 മീറ്ററുമാണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 29.9 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് 17.5 മീറ്ററും. ഷിപ്പിന് സഞ്ചരിക്കാൻ പറ്റുന്ന സ്പീഡ് 24 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 10,000 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്നതോടൊപ്പം 1000 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന വലിയൊരു മദർഷിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി നമുക്ക് ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 15.5 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ്. അപ്പോൾ നല്ലൊരു ഷിപ്പ് ഡ്രാഫ്റ്റോടെ തന്നെയാണ് കപ്പൽ നമ്മുടെ പോർട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഷിപ്പ് വന്നിട്ട് 2-3 ദിവസം ആയിട്ടുണ്ട്. അതിനാൽ നമുക്ക് ഷിപ്പ് ഇവിടെ വന്ന് കോൺസെൻട്രേറ്റ് നിൽക്കുകയാണോ തിരിഞ്ഞു പോവുകയാണോ നമുക്ക് അറിയാൻ സാധിക്കണ്ടോ. ഷിപ്പ് ഇത്രത്തോളമാണ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുള്ളത്. വന്നിട്ട് ഇത്രത്തോളം മൂവ്മെന്റ് ഇവിടെ കടലിൽ നടത്തി കഴിഞ്ഞു, പോർട്ടിന്റെ പുറത്ത് നടത്തി കഴിഞ്ഞതായിട്ടാണ് നമുക്കിതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. നമുക്കിനി അടുത്ത ഏത് ഷിപ്പ് നോക്കാം. MSC ബെറ്റിനയുടെ തൊട്ടടുത്തിരിക്കുന്ന ഷിപ്പ് നമുക്ക് നോക്കാം. എക്സ്പ്രസ് കാവേരിയാണ്. നമുക്ക് എക്സ്പ്രസ് കാവേരിയുടെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 947075, ഫ്ലാഗ് സിംഗപ്പൂർ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 9/18/2008 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 172 മീറ്ററും ബെർത്ത് അല്ലെങ്കിൽ ബീം അല്ലെങ്കിൽ ഷിപ്പിന്റെ വീതി എന്ന് പറയുന്നത് 27.6 മീറ്ററാണ്. മാക്സിമം ഡെപ്ത് 14 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് 9.5 മീറ്ററും മാക്സിമം സ്പീഡിൽ ഷിപ്പിന് സഞ്ചരിക്കാൻ പറ്റുന്നത് 17.5 നോട്ടിക്ക് മേൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 1577 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 192 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. മാക്സിമം ഡ്രാഫ്റ്റ് നമ്മൾ 9 മീറ്റർ എന്ന് കണ്ടു. കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 7.4 മീറ്റർ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഷിപ്പ് ഏത് പോർട്ടിൽ നിന്ന് വന്നു നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജിബൂട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ജിബൂട്ടിയിൽ നിന്ന് ധാരാളം ഷിപ്പുകളാണ് ദിനം പ്രതി വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ മദർഷിപ്പിൽ നടക്കുന്ന കപ്പലുകൾ, മദർഷിപ്പിൽ വരുന്ന കണ്ടെയ്നറുകൾ ധാരാളമായിട്ട് ഗൾഫ് കൺട്രീസിലേക്ക് ധാരാളമായി പോകുന്നുണ്ട്. അത് ജിബൂട്ടി വഴിയായിരിക്കാം, പല പോർട്ടിലും വഴി പോകുന്നുണ്ട്. അപ്പോൾ ധാരാളം ജിബൂട്ടിയിൽ നിന്ന് ധാരാളം ഫീഡർ ബസ്സുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ ദിനം പ്രതി വന്നു പോകുന്നത്. ഇനി നമുക്ക് അടുത്ത ഏത് കപ്പലാന്ന് നോക്കാം.
അടുത്തൊരു കപ്പൽ മാറി നിൽക്കുകയാണ്. ഞങ്ങൾ മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കപ്പൽ ഏതാന്ന് നോക്കാം. ഇതാണ് AS Alva. മാറി നിൽക്കുന്ന കപ്പലിന്റെ ഡീറ്റെയിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാം. AS Alva ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ IMO നമ്പർ 9337030, ഫ്ലാഗ് ലൈബീരിയ തന്നെയാണ്. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 4/10/2008 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 189 മീറ്ററും ഷിപ്പിന്റെ ബെർത്ത് എന്ന് പറയുന്നത് 28.5 മീറ്റർ, അല്ലെങ്കിൽ ഷിപ്പിന്റെ വീതി എന്നൊക്കെ പറയാം. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 16.8 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 11.5 മീറ്ററും. ഷിപ്പിന് സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് 21 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 2015 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 506 TEU റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന്റെ നിലവിലെ ഡ്രാഫ്റ്റ് നമുക്ക് എത്രയാന്ന് നോക്കാം. നിലവിലെ ഡ്രാഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. 9.3 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ്. ഈ കപ്പൽ ഏത് പോർട്ടിൽ നിന്നാണ് വന്നതെന്നും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ കൊളംബോ പോർട്ടിൽ നിന്നാണ്. കൊളംബോ, കൊച്ചി, ജിബൂട്ടി, ഇങ്ങനെ ഈ ഷിപ്പ് ഇങ്ങനെ ഷട്ടിൽ പോലെ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി വന്നത് നമ്മുടെ കൊളംബോ പോർട്ടിൽ നിന്നാണ്. വിഴിഞ്ഞം പോർട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇനി നമുക്ക് അടുത്ത ഏത് കപ്പലാന്ന് നോക്കാം. അടുത്ത കപ്പലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാനും മത്സരത്തിനില്ല എന്ന് പറയുന്ന ഷിപ്പിന്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് നോക്കുന്നത്. MSC LC3 ആണ് ബാക്കിലായിട്ട് നിൽക്കുന്ന കപ്പൽ. നമുക്ക് ഈ കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 9243239, ഫ്ലാഗ് പനാമ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 4/16/2002 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 208.3 മീറ്ററും ബെർത്ത് അല്ലെങ്കിൽ ബീം ഷിപ്പിന്റെ വീതി എന്ന് പറയുന്നത് 29.8 മീറ്ററും മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 16.4 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 11.9 മീറ്ററും മാക്സിമം ഷിപ്പിന് സഞ്ചരിക്കാൻ പറ്റുന്നത് 21 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 2672 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്നതോടൊപ്പം 481 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. ആ ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത്. ഷിപ്പ് ഇപ്പോൾ സ്റ്റോപ്പ് പൊസിഷനിലാണ് എങ്കിലും കറണ്ട് ഡ്രാഫ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാവും. 11.3 മീറ്റർ ആണ്. അത് മാക്സിമം ഡ്രാഫ്റ്റിൽ തന്നെയാണ് നിലവിൽ ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് പുറത്തുള്ളത്. ഇനി നമുക്ക് ഈ ഷിപ്പ് ഏത് പോർട്ടിൽ നിന്നാണ് വന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഈ പോണ്ട് വിശാഖപട്ടണം എന്നാണ് അവസാനമായിട്ടുള്ളത്. വിശാഖപട്ടണം, ചെന്നൈ, വിഴിഞ്ഞം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഷിപ്പ് കൊളംബോ പോർട്ടിൽ കയറിയിട്ടില്ല. നമ്മുടെ ശ്രീലങ്കയുടെ ഭാഗത്തുകൂടി ചുറ്റി വന്നിരിക്കുന്ന കപ്പലാണ് MSC LC3 എന്ന് പറയുന്ന കപ്പൽ. പുറത്ത് നിൽക്കുകയാണ്. വന്നിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഷിപ്പ് ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ആദ്യം ഇങ്ങ് പോയി ഇവിടെ നിന്ന് തിരിഞ്ഞ് വന്ന് കറക്റ്റ് ഷെഡ്യൂൾ അനുസരിച്ച് ബാക്കിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഷിപ്പ് ഏതാണെന്ന് നോക്കാം. അടുത്തൊരു ഷിപ്പും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ കുറച്ച് ബാക്കിലാണ് നിൽക്കുന്നത്, നിങ്ങൾ കയറിയിട്ട് ഞാൻ കയറാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ബാക്കിലായിട്ട് നിൽക്കുന്ന ഷിപ്പ് MSC വെറോണയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. MSC വെറോണ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. MSC വെറോണ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ IMO നമ്പർ 9987287, ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 12/2/2024 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. അതായത് 11 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ 2025 വളരെ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. 1 വർഷം ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുമാത്രമല്ല ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 366 മീറ്ററാണ്. ഷിപ്പിന്റെ ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് ഏകദേശം 51 മീറ്ററാണ്. ഷിപ്പിന്റെ മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 22.6 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് 18 മീറ്ററുമാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് വളരെ കൂടുതലാണ്. മാക്സിമം സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 22 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 16,000 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയും അതിൽ 1400 TEU റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് എത്രയാന്ന് നോക്കാം ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ്. അതെ, നിലവിൽ കറണ്ട് ഡ്രാഫ്റ്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഞെട്ടിക്കുന്ന ഡ്രാഫ്റ്റ് ആണ്. 16.8 മീറ്റർ ഡ്രാഫ്റ്റ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 16.8 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് MSC വെറോണ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന് പുറത്ത് വെയിറ്റിംഗിൽ നിൽക്കുന്നത്. ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രാഫ്റ്റ് ഉള്ള കപ്പൽ തന്നെയാണ് MSC വെറോണ. ആദ്യമായിട്ട് ഡ്രാഫ്റ്റ് ഉള്ള കപ്പൽ MSC കൈലി 16.5 മീറ്റർ. ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് 16.5 മീറ്റർ. അതിനുശേഷം വന്ന MSC ക്ലൗഡ് ജെറാനറ്റ്
16.7 മീറ്റർ. അതുപോലെ തന്നെ MSC വെറോണ 16.8 മീറ്റർ. MSC വെറോണ പോർട്ടിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള സകല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് MSC വെറോണ ആയിരിക്കും ഏറ്റവും വലിയ ഡ്രാഫ്റ്റ് ഉള്ള, അതായത് നാളെയാണെങ്കിൽ നാളെ ഏറ്റവും വലിയ ഡ്രാഫ്റ്റ് ഉള്ള കപ്പൽ എന്ന വിശേഷണം MSC വെറോണയ്ക്ക് കിട്ടും. പക്ഷെ വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആഴക്കടൽ പോർട്ട് തന്നെയാണ്. നാളെ കയറിയാൽ മറ്റന്നാ വേറൊരു വലിയ ഷിപ്പ് വന്നാൽ 17 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ വന്നാൽ ഇത് ബ്രേക്ക് ചെയ്യും. ഓരോ പടി വിഴിഞ്ഞം പോർട്ട് മുന്നോട്ട് കുതിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ധാരാളം വലിയ ഡ്രാഫ്റ്റുള്ള കപ്പലുകൾ വിഴിഞ്ഞം പോർട്ടിൽ വരുന്നത്. അപ്പോൾ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ഷിപ്പ് എന്ന് പറയുന്നത് MSC ക്ലോഡ് ജെറാൾഡ് 16.7 മീറ്ററും, ഏറ്റവും വലിയ ഡ്രാഫ്റ്റുള്ള കപ്പൽ, ഇപ്പോൾ പോർട്ടിന്റെ പുറത്തുള്ള ഡ്രാഫ്റ്റുള്ള കപ്പൽ 16.8 മീറ്ററുള്ള MSC വെറോണ തന്നെയാണ്. അങ്ങനെ ധാരാളം കപ്പലുകൾ വിഴിഞ്ഞം പോർട്ടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അപ്ഡേഷൻ എടുക്കുമ്പോൾ പലപ്പോഴും ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 3, 4, 5 ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്ന പൊസിഷനിൽ ഇപ്പം 5, 6ഓളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ വെയിറ്റിംഗിലാണ്. അകത്ത് ഷിപ്പിന് പ്രവേശിക്കുന്നതിനായി വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇതൊന്നും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് ഈ ഷിപ്പ് ഏത് പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മാപ്പിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സിംഗപ്പൂർ പോർട്ടിന് മുന്നേ, സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നത്. സിംഗപ്പൂർ പോർട്ടിന് മുന്നേ നമ്മൾ വന്നത് സ്ഥിരം വരുന്ന പോലെ ചൈനയിലെ യാങ്ഷൻ പോർട്ടും ചൈനയിലെ ഷാഹായ് പോർട്ടും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ചൈനയിലെ യാങ്ഷൻ പോർട്ടിൽ നിന്നും സിംഗപ്പൂർ പോർട്ട് വന്നതിന് ശേഷം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്കാണ് ഇപ്പോൾ MSC വെറോണ വലിയൊരു ഡ്രാഫ്റ്റോട് കൂടി ഏറ്റവും പുതിയ ഷിപ്പ് നമ്മുടെ പോർട്ടിനെ പുറത്ത് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുടെ അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പോർട്ടുമായി റിലേറ്റ് ചെയ്ത എല്ലാ അപ്ഡേഷനും തീർച്ചയായിട്ടും ഈ ചാനലിൽ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.